ഹായ് നമസ്കാരം. ട്രിപ്പ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരിൽ നിന്ന് ഏഴിക്കര പോകുന്ന റൂട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര ഏഴിക്കരയ്ക്ക് അടുത്തുള്ള ലങ്ക എന്ന് പറഞ്ഞൊരു ദ്വീപിലേക്കാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏകദേശം ഏഴിക്കര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ ഒരു 190 മീറ്റർ നമുക്ക് ഇവിടുന്ന് റോഡിൻ്റെ തിരിയാനുള്ള സ്ഥലം എത്തിയിട്ടുണ്ട്. ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്താണ് നമുക്ക് തിരിഞ്ഞു പോകേണ്ടത്. അപ്പോൾ അതേ മാപ്പിൽ ഏകദേശം ഒരു 150 മീറ്ററാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തേക്ക് ലങ്ക എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതാണ്ട് നമുക്ക് തിരിയേണ്ടതായിട്ട് കാണിക്കുന്ന വഴി ഇതാണ്. നോട്ടെ ചോദിക്കേ ലങ്ക ചോദിച്ചേ ലങ്ക പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇത് തന്നെയാണ് വഴി നമ്മുടെ. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളത് ലങ്കയിലേക്കുള്ള വഴിയിൽ നിന്ന് തിരിഞ്ഞിട്ട വഴിയിലേക്ക്. അപ്പോൾ ഏഴിക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അടുത്താണ് തിരിയണത്. നമ്മൾ മാപ്പിൽ കാണിച്ചെങ്കിൽ ഒരു സംശയം വന്നാലാണ് ചോദിച്ചത്. വീണ്ടും ലെഫ്റ്റും റൈറ്റും ആയല്ലോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇതായിരിക്കും ഒന്ന് ചോദിച്ചു നോക്കാം. ദീപനാച്ചേനോട് ചോദിച്ചേടി ലങ്ക നേരെ. ഓക്കെ ഏട്ടാ. അപ്പോൾ വീണ്ടും നമ്മൾ സ്ട്രെയിറ്റ് തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇനിയൊരു 230 മീറ്റർ അത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. മെയിൻ റോഡിൽ നിന്ന്, അതായത് ഏഴിക്കര ചാത്തനാട് റോഡിൽ നിന്ന് കുറച്ച് നീങ്ങിയാൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു അര കിലോമീറ്റർ പോലും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അതെ നേരെ അറ്റത്ത് കാണുന്നതാണ് പാലം, ലങ്കയിലേക്കുള്ള പാലമാണത്. പാലം ഇപ്പോൾ ഒരു ശോചനീയമായ അവസ്ഥയാണ്. വണ്ടിയൊന്നും കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും വണ്ടി വെക്കണം, എന്നിട്ട് നമുക്ക് നടന്നു പോയി വേണം ലങ്ക കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിട്ട് നമ്മളിത് ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടെ വരെ വണ്ടി വരുള്ളൂ. ഇവിടെ ഞങ്ങളുടെ ബാക്കിൽ കണ്ട ഇതാണ് പാലം, ലങ്കയിലേക്കുള്ള പാലം. ഇപ്പോൾ പാലം അപകടാവസ്ഥയിലാണെന്ന് പറഞ്ഞ് ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പാടില്ല, നടന്നു വേണം അപ്പുറത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലമാണ് ഈ ലങ്ക എന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഏഴിക്കരയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പോൾ അവനൊരു വഞ്ചി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് നോക്കണം. അപ്പോൾ വഞ്ചി റെഡി ആവണമെങ്കിൽ നമുക്ക് വഞ്ചിയിലൊക്കെ ഇവിടെ ഒന്ന് കറങ്ങാൻ പറ്റുമെങ്കിൽ കറങ്ങാം. ഈ സ്ഥലമൊക്കെ നമുക്ക് പോയി ഒന്ന് കാണാം. ഇപ്പുറത്തേക്കൊക്കെ ചെമ്മീൻ കെട്ടാന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4:45 ആവുന്നുള്ളൂ. അപ്പോൾ അപ്പുറത്തേക്കൊക്കെ നല്ല വ്യൂ ആണ്. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു സൺസെറ്റ് കാണാൻ പറ്റുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് ഞാൻ ആ ആളെ ഒന്ന് വഞ്ചി പറഞ്ഞ ഫ്രണ്ടിനെ ഒന്ന് വിളിച്ചു പോട്ടെ, വഞ്ചി എങ്ങനെയാണെന്ന് നോക്കട്ടെ. അപ്പോൾ നമ്മളിത് പാലം കടന്ന് ജസ്റ്റ് ഇപ്പുറത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചേട്ടനിവിടെ വലയിടുന്നുണ്ടായിരുന്നു. ഇനി ഇടുന്നില്ല ചേട്ടാ? ചേട്ടൻ അവിടെ ഇടുന്നുണ്ടാവും, നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനിവിടെ ഏഴിക്കരയിലുണ്ട്. അവനിപ്പോൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ വഞ്ചിയുടെ കാര്യം അവനാണ് ഏറ്റേക്കണത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങടേക്ക് നടന്ന് ഈ സൈഡിലേക്ക് നടന്ന് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അവിടെ ഇങ്ങനെ വെള്ളം ഈ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ പാലം കടന്നു വരുന്ന ക്രോസ് ചെയ്യുന്നൊരു തോട് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇത് പുഴയിലേക്ക് പോകുന്നതായിരിക്കും. ഇവിടെ വെള്ളം കയറി കിടക്കുന്ന കാരണം അങ്ങോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ചേട്ടൻ ഇവിടെ തന്നെയുള്ള ആളാണ് കേട്ടോ. എൻ്റെ പേരെന്താ? ഇവിടെ മീൻ കിട്ടാറുണ്ടോ? ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ? അത് ഇത് തന്നെയാണോ? ഓ, അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് വേറെ എവിടെയും പോകും? അത് ഇവിടെ തന്നെയാണ് ഇടുന്നത്? ആ ചേട്ടൻ വല പൊക്കാറാണ്. നമുക്ക് നോക്കാം എന്താ ഉള്ളതെന്ന്. ചെളിയൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും അറിയാൻ പറ്റും. മീനുണ്ടെങ്കിൽ വലയിൽ ഉടക്കൂടി. ഒന്നുമില്ലാന്നുള്ളേ. വിഷു കഴിഞ്ഞാൽ അരി മേടിക്കാൻ കാശ് കിട്ടും, കറി വെക്കാം. ഇവിടെ കമ്പനി വന്നതോടെ ഞങ്ങളാകെ ചെമ്മീൻ കെട്ടാണോ? ചെമ്മീൻ കെട്ടല്ലേ? അപ്പോൾ അവിടെ വല ഇടാവോ? അവിടെ ഇടാൻ പറ്റില്ല. 6 മാസം ലൈസൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ
കൃഷി ഉണ്ടാവും. അപ്പോൾ ആളുകൾക്ക് മത്സ്യം പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങൾ ഇത് തോടാണോ അതോ? ഇത് സർക്കാർ തോടാണ്. ഓ, ഇവിടെ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ പണ്ട് വെള്ളം കയറി അത് ഇവിടെയൊക്കെ ബാധിച്ചായിരുന്നു. ഇവിടെയൊക്കെ ബാധിച്ചാൽ ഞങ്ങളൊക്കെ ഇവിടെയുണ്ട് സ്കൂളിലും വെള്ളപ്പൊക്കം വന്നപ്പോൾ അല്ലേ? എല്ലാവരും മഴയിലാണോ അവിടെ അത്രയും കയറി കിടക്കുന്നത്? ഇവിടെ ആ റോഡിൽ അങ്ങനെ എപ്പോഴും കയറി കിടക്കുന്നതാണോ വെള്ളം? ആ ആ ആ, അത് കയറി ഇറങ്ങാൻ ചെയ്യുമല്ലോ ഇങ്ങനെ വീടുകളിലേക്ക് കയറുമോ? ഞങ്ങളുടെ വീട് കണ്ടില്ലപ്പോ, കയറുമല്ലേ? വെള്ളം കയറല്ലേ? ചെടിയുണ്ടാ ഞങ്ങളുടെ വീടിന്റെ എൻ്റെ വീടാ 3ാമത്തെ വീടാ. എത്ര വീട്ടുകാരുണ്ട് കേട്ടോ ഇവിടെ? ഇവിടെ ഞങ്ങൾ 21 വീട്ടുകാരുണ്ട്. 21 വീട്ടുകാരല്ലേ? നിങ്ങൾക്ക് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാവും? എല്ലാ സൗകര്യം ഇപ്പോൾ കുടിവെള്ളമുണ്ട് ഇവിടെ. സ്കൂളൊക്കെ അവിടെ പഠിക്കുന്നൊക്കെ പിള്ളേരൊക്കെ പഠിക്കും. ഈ പാലം കഴിഞ്ഞ് പോകണം ഞങ്ങൾ. പാലത്തിൻ്റെ ഇതില്ലാതെ ഞങ്ങൾക്ക് യാതൊരു നിർവാചനവും ഇല്ല പുറത്തേക്ക് പോകാൻ. ഈ പാലം ഇപ്പൊ ഇവിടെ പൊളിഞ്ഞെടുക്കാണല്ലോ. പൊളിഞ്ഞ് ഞങ്ങൾ അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ബോർഡ് കണ്ടില്ലേ? അപ്പോൾ വീടി സർവീസ് ഏറ്റുണ്ട്. എത്ര നാളായി ഇങ്ങനെയായിട്ട്? എന്തൊരു നാളായി ഇത്? 2, 3, 5, 6 മാസമായി. ഇത് വണ്ടികളൊന്നും പോകുന്നില്ല. ഒന്നും പോകണില്ലാണ്. ബോർഡ് വെച്ചാൽ ഇവിടെ താഴെ കാണണം. ഇതല്ല, ഇത് താഴെ കമ്പിയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓ, താഴെ കമ്പിച്ച് എൻ്റെ കമ്പിയെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുകളിലെ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നടന്നു പോയി എപ്പോഴാണ് താഴേക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഇതിലാണ് ഇപ്പോൾ പാലം നിൽക്കുന്നത്. അതെന്താ ഈ പേര് വരാൻ കാരണം എന്തെങ്കിലും ഉണ്ടോ? അതിനോട്ട് ഇവിടെ ഒരു 3 വീട്ടുകാരെ പഴയ കാരണവന്മാർ ഉണ്ടായിരുന്നുള്ളൂ. കടത്തായിരുന്നു അന്ന്. അന്ന് ഇവിടെ ഈ പാലം ഉണ്ടായിരുന്നില്ല, ഈ ഇതുണ്ടായിരുന്നില്ല, കടത്തായിരുന്നില്ല. അവിടെ ഒരു ഇതിലങ്ങനെ കൊച്ചു ലങ്ക എന്നുള്ള രീതിയിൽ അന്ന് പാലമൊന്നും ഇല്ലല്ലോ. അന്ന് പാലമൊന്നുമില്ല, കടത്തായിരുന്നു വഞ്ചിക്ക്. നിസ്സാര വീട്ടുകാരുള്ളൂ അന്ന്. ഇന്നിപ്പോൾ 21 വീട്ടുകാർ ഇപ്പോൾ സ്ഥലം ഇടാതെങ്കിൽ പൈസ കൊടുത്ത് 4 സെൻറ്റ് 3 സെൻറ്റ് 5 സെൻറ്റൊക്കെ. ഞാൻ 5 സെൻറ്റ് മേടിച്ച് 2 സ്ഥലമോടൊപ്പം താമസിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഇപ്പോൾ വെള്ളത്തിൻ്റെ പഴയതിലും മേലാണ് ഇപ്പോൾ. മഴക്കാലത്ത് സാധാരണ വെള്ളം പെയ്ത് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ട് പൊക്കോളും. ഇപ്പം അതല്ല, പഴയ കാലത്തല്ല. ഇപ്പോൾ 12 മാസം വെള്ളം തന്നെ പറഞ്ഞു. വീടൊക്കെ നശിച്ചു ഞങ്ങൾ. അത് ഉപ്പ് കയറുമ്പോൾ സാധനം തള്ളിപ്പോയി. എത്ര സിമെൻറ്റ് എന്തെല്ലാം ചെയ്ത് പണി ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് കയറി കഴിഞ്ഞാൽ സാധനം പോയി. നിലമ്പെള്ളമാണെങ്കിൽ അത്ര കുഴപ്പമില്ല. കൂടുതൽ ആൾക്കാരും മത്സ്യബന്ധനമാണ്. സർക്കാർ ജോലിക്കാരും ആരും ഒരാളുടെ ഞങ്ങളുടെ പെൻഷനായി. ഒരു പോലീസുകാരുണ്ടായിരുന്നു, അദ്ദേഹം പെൻഷനായി. ബാക്കി എല്ലാവരും മത്സ്യത്തൊഴിലാളിയാണ്. ഇപ്പോൾ അതുകൂടെ മത്സ്യം പിടിക്കാൻ ഇപ്പോൾ കറക്റ്റൊന്നും കിട്ടില്ല. വേറെ പറഞ്ഞു പോകട്ടെ നമ്മൾ. അങ്ങനെ കൂലിപ്പണിക്കോണാണല്ലോ മൊത്തം. ഞങ്ങൾക്ക് വല്ലപ്പോഴൊക്കെ വരുന്നവർക്ക് ഈ സ്ഥലം കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പൊ ഇവിടെ ജീവിക്കുന്നവർക്കാണ് ബുദ്ധിമുട്ട്. ഭംഗിയാണ്, വെള്ളം കയറാതിരിക്കണമെങ്കിൽ ഭംഗിയാണ്. ഞങ്ങൾക്കൊരു സമയമാകുമ്പോൾ ഞങ്ങൾക്ക് ദുരിതമുണ്ട്. എൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട്. സിജേഷ്, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചാണ് VHSയിൽ. അപ്പോൾ ഇവൻ്റെ വീട് ഇവിടെ എഴിക്കര ഉണ്ടോ. അപ്പോൾ അതിനാണ് വഞ്ചിയൊക്കെ റെഡിയാക്കി തന്നത്. അപ്പോൾ നമുക്ക് ഉള്ള വഞ്ചി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വഞ്ചി കയറിയിട്ട് പോകാൻ പോവാണ്. അത് ആ ചേട്ടനാണ് വഞ്ചി കൊണ്ടുപോകാൻ പോകണം നമ്മളെ. അവിടെ ഇരിക്കുക, ആ സ്റ്റെപ്പൊന്നും ഇരിക്കും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ നമ്മളെ പൊളിയാറ കിടന്ന പാലത്തിൻ്റെ അടിയിലാണ് പോണത്. അപ്പോൾ നേരത്തെ ആ ചേട്ടൻ പറഞ്ഞു തന്നിട്ട് ഇതിൻ്റെ അടിയിൽ മുകളിൽ നിന്ന് കാണുന്ന പോലെയല്ല, മൊത്തം പൊളിഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതേപോലെ തന്നെ അടിയിൽ കമ്പിയെല്ലാം പുറത്താണൊക്കെ നമുക്ക് കാണാം. അപ്പോൾ അതായത് നമ്മൾ കുനിഞ്ഞിരുന്നാലാണ് പോകാൻ പറ്റുള്ളൂ. കാരണം ഹൈറ്റ് വെള്ളം പൊങ്ങിയിരിക്കണോണ്ടേ അഡ്ജസ്റ്റ് ചെയ്ത്. ആദ്യം എത്രയും കുനിയണ്ട. ഇത് കണ്ടോ, കമ്പിയെല്ലാം പുറത്താണ്ട്. ഇതിൻ്റെ ഇതുണ്ട്, ഫുള്ള് എപ്പോഴെങ്കിലും തകർന്ന് വീഴാന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആദ്യം തല നോക്കിക്കോ. കുടിവെള്ളമൊക്കെ ഈ പോണാണല്ലേ കുടിവെള്ളം. കുടിവെള്ള കണക്ഷൻ്റെ പൈപ്പാണ്ടേ കാണുന്നത് ഇവരുടെ. ചേട്ടൻ പേരെന്തായിരുന്നു? ഗിരീഷ് എന്നാണ്ട്. ചേട്ടൻ ഇവിടെ തന്നെ ഉള്ളതല്ലേ? അപ്പോൾ ഗിരീഷ് എന്നാണ്ട് നമ്മുടെ വഞ്ചി കൊണ്ടുപോകുന്ന ചേട്ടൻ്റെ പേര്. അപ്പോൾ ചേട്ടൻ ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കൂടുതൽ ചേട്ടൻ പറഞ്ഞു തരും. പാലത്തിൻ്റെ ഈ സൈഡിലേക്ക് മാത്രമേ വീടുകളുള്ളൂ. അപ്പുറത്തേക്ക് ഇല്ലല്ലോ. സൈഡിൽ കണ്ടൽ മരങ്ങളുണ്ടോ. അപ്പോഴത്തെ താറാവ് വളർത്തുന്നതാണ്. ഇത് കെട്ടണോ അപ്പുറത്തേക്ക്? ഇവിടെ ഉള്ളവർ തന്നെയാണ് നടക്കുന്നത്. അതേ പുറത്തുനിന്ന്
ദേ ഈ കാണുന്നത് ഒരു ചെമ്മീൻ ഫാക്ടറിയാണ് കേട്ടോ. എക്സ്പോർട്ട് ചെയ്യും അല്ലേ? ആ ആ ആ ആ ഇവിടെ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറിയാണത്. ആ ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ നല്ല ഓളമൊക്കെ ഉണ്ടല്ലേ. ആ ആ ഇതെന്തിനെങ്ങനെ? ആ ആ ആ ഇതേ ചീനവലയായിരുന്നേ. വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ചു പോയിട്ട് ഇപ്പോൾ കിടക്കണയാണ് ഇങ്ങനെ. അപ്പം നമ്മൾ ഇത്രയും നേരം വന്ന ആ ഒരു ഫീലല്ല, ഇപ്പോൾ കുറച്ചും കൂടെ എന്താ പറയുക നല്ല തീരെയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്ക് കൂടെ പോണ പോലെയുണ്ട്. നമ്മൾ അവിടെ നിന്ന് കുറേ ദൂരം ഇങ്ങോട്ട് പോകുന്നിട്ടോ. അത് ആ ഭാഗത്തുനിന്ന് ഏകദേശം നമ്മൾ പുള്ളി വലിയ ഈ കോയിൽ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കയറി വന്നത്. അത് ഏകദേശം സമയം സൺസെറ്റ് ആയിട്ടില്ല, ഒരു 5:15 ആയിട്ടുള്ളൂ. സൺസെറ്റ് ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും തോന്നുന്നത്. ഇത് നല്ല വലിപ്പമുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. നല്ല വെള്ളം നല്ല ഏരിയ ഉണ്ട്. ഇതൊക്കെ ചീനവല ഒരുപാടുണ്ടല്ലേ? ആ കെട്ടിന് അതിൻ്റെ അപ്പുറം കാണുന്ന ഭാഗം ഏതാ? എന്താ കോട്ട? ആ ചെറായി ഭാഗം അവിടെ അല്ലേ? ആ അതൊക്കെ ചെറായി ഭാഗം. അപ്പുറത്തേക്കോ? ചെറുവൈപ്പ്. ഓ ഓ ആ നമ്മൾ നെടുങ്ങാടൊക്കെ വരുന്നത് ഇത് ഭാഗത്ത് അങ്ങോട്ട് പോകണോ അല്ലേ? ആ ഭാഗത്താണല്ലേ നമ്മൾ ചീനവലയിൽ കയറിയ കണ്ടാ. അപ്പോൾ ഞങ്ങളിത് പുഴയുടെ ഇതിൻ്റെ നടുക്കുള്ള ഒരു ചീനവലയിൽ കൊണ്ടുവന്നാക്കി കണ്ടിച്ചേട്ടൻ. അപ്പോൾ നമ്മളിപ്പോൾ ചീനവലയുടെ തട്ടുമേണ് നിൽക്കണത്. ഇത് ഇട്ടിട്ടില്ലല്ലോ ചേട്ടാ? ഇത് രാത്രിയാണോ? രാത്രിയിലെ ആ അപ്പോൾ കൂടുതൽ രാത്രിയാണല്ലോ ഇവിടെ ഈ ചീനവലയിൽ ഇത്. ഇതിനകത്ത് കിടക്കാന്ന് തോന്നുന്നു അല്ലേ? റെസ്റ്റ് എടുക്കാനോ? അപ്പോൾ നമ്മൾ ചീനവലയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. ഇനി നമ്മൾ നേരെ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയിട്ട് കറങ്ങി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്കാണ് വരും. ഏകദേശം ഒരു 6:10 ആയിട്ടുണ്ട്. ഇപ്പം സൺസെറ്റ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ സൺ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് ലെഫ്റ്റ് സൈഡ് കാണുന്ന കംപ്ലീറ്റ് മീൻ വളർത്തുന്ന സംഭവം കേട്ടോ. ഈ ഷീറ്റ് ഇട്ടിട്ടേ അതിൽ മീൻ എന്തൊക്കെ മീനുള്ള കേട്ടോ ഇവിടെ? കരിമീൻ, കാളാഞ്ചി. ആ കരിമീൻ, കാളാഞ്ചി അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇത് ഇവിടെ ഉള്ളവർ തന്നെ ചെയ്യണോ? അതെ, ഇത് ഒരു അമേരിക്കൻ കമ്പനിയായിരുന്നു. അത് വലിയ പുഴയാണെന്നുള്ളത്. വൈപ്പിൻ്റെ ഭാഗമല്ലേ? വീരമ്പുഴ. ഓ നെടുങ്ങാട് ഇപ്പുറം കാണുന്നത് വീരമ്പുഴയല്ലേ? ഇതാ ഭാഗത്തുണ്ടല്ലോ. അവിടെ ആയിട്ടുണ്ട് നമ്മുടെ തീരദേശ റോഡ് വരാൻ പോകുന്നത്. ചെറായിന്ന് നേരെ ചാത്തനാട് അവിടെ പാലം പണിതിട്ടുണ്ടല്ലോ കടമ്പാക്കുടി വഴി. ആ തീരദേശ റോഡ് വരാനുള്ളത് ഇതിലാണ് കേട്ടോ. അപ്പം ഇനി അത് ഒരുപാട് പണി ഈ സമയം ഒരുപാട് നാളെടുക്കൂലേ അത്? എവിടെ? അപ്പുറം വരെ ആയിട്ടുണ്ടല്ലേ? ഇനി അപ്പം ഇവിടെ മൊത്തം പാലം വന്നോ അല്ലേ? ആ ആ അവിടെ അപ്രോച്ച് റോഡൊന്നും ആയിട്ടില്ല മറ്റേ കടമക്കുടിയിലെ പാലത്തിൻ്റെ ചാത്തനാട്. ആ ഇത് കടക്കര അല്ലേ സ്ഥലം? ഇപ്പം ലങ്കയുടെ അതിർത്തി എവിടം വരെയാണ്? ആ ആ മീൻ പിടിക്കണ സ്ഥലമാണോ? ആ മീൻ പിടിക്കണതൊക്കെ ലങ്കയുടെ ആണ്. ആ ഓക്കെ. ആ അപ്പോൾ നമുക്ക് തിരിക്കാം. ഏതാ? അവിടെ അല്ലേ? ചെറുവയ്പ്പ് പള്ളിയിൽ ആ ഒറ്റത്തായിട്ട് അവിടെ കാണാം കേട്ടോ. അപ്പം നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ. നമ്മൾ ഏകദേശം ഇവിടെ കാണുന്ന അറ്റം വരെ നമ്മൾ പോയായിരുന്നു.
അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം വന്ന ആ പാലം ഇറങ്ങിയില്ലേ, ആ ഭാഗത്താണ് കൂടുതൽ വീടുകളുള്ളത്, അവിടെ തന്നെയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ആയിട്ട് ഒരു 5 വീടുകളുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കമ്പനി വന്നതിൻ്റെ ഭാഗമായിട്ട്, അതായത് ഉപ്പുവെള്ളത്തിൽ നിന്ന് ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന ഒരു കമ്പനി വരാൻ വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടായ വീടുകൾ അവർ കമ്പനി എടുത്തെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ വീടുകളൊന്നുമില്ല, അത് അവിടെ കൊണ്ട് അവിടെ നിന്ന് അപ്പുറത്തേക്കേ വീടുകളുള്ളൂ. ഇവിടെയൊക്കെ ആളുകൾ ചൂണ്ടിടാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൽ പാസ് ചെയ്യുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട് അവിടെ നിന്ന് ചൂണ്ടിരുന്നു. അപ്പോൾ അടുത്ത് വന്നപ്പോഴാണ് ആളെ മനസ്സിലായത്. എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ടാണ്, അവരിവിടെ ചൂണ്ടിടാൻ ഫ്രണ്ട്സായിട്ട് വന്നേക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏകദേശം തിരിച്ചെത്താറെടുത്തേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പാലമുള്ള സ്ഥലത്ത് എത്തി. നമ്മൾ ഏകദേശം സമയം ഒരു 6:30 കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ മൊത്തം ഒന്ന് കറങ്ങി പോന്ന്, ചീനവലയിലേക്ക് കയറി, അടിപൊളിയായിരുന്നു. മൊത്തം ഒന്ന് കറങ്ങി ഒരു സംഭവങ്ങളൊക്കെ കണ്ട് പോന്നു. അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ട് നമ്മുടെ വഞ്ചിയുടെ തിരിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തെത്തി. ഓക്കെ, ഇവനിവിടെ അവൻ വീട്ടിൽ പോയിട്ട് വന്നെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒട്ടയുണ്ട്. അപ്പോൾ കുറേ നേരം ആയാലും ഞങ്ങൾ പോയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ വഞ്ചി ചേട്ടൻ പോകണ്ട. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ നീങ്ങാണ്. ഇപ്പോൾ സമയം ഒരു 6:40 ആയിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പാലൊക്കെ വേറെ റെഡി ആവട്ടെ. ഇപ്പോൾ ഈ പാലം ഈ മുകളിൽ നോക്കണ കാര്യമല്ല കേട്ടോ, ഇതിൻ്റെ അടിയിൽ നമ്മൾ പോകുമ്പോൾ അറിയാം ശരിക്കും കമ്പിയെല്ലാം പുറത്താണ്, മൊത്തം തകർന്ന പോലെ നിൽക്കണത്. അപ്പോൾ ഞങ്ങളിവിടെ തിരിച്ചിറങ്ങാണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വഞ്ചിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ ചേട്ടൻ്റെ നമ്പർ തരാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ പുള്ളീനെ വിളിച്ചിട്ട് വന്നാൽ മതി. അപ്പോൾ ആ പുള്ളി അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.